എന്റെ അക്കൗണ്ടിലേക്ക് 25 കോടി രൂപ വന്നു. അയ്യോ, ആണോടി? ഇതേ നോക്ക്. അയ്യോ, 25 കോടി രൂപ. അല്ല, എന്ത് തന്നെയായാലും കണിമംഗലം ഗ്രൂപ്പിന് വേണ്ടി എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും പലരുടെയും കാര്യത്തിൽ. ആദ്യമേ ഞാനൊരു കാര്യം പറയാം. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതും കണിമംഗലം ഗ്രൂപ്പിന്റെ പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിക്കുന്നതും വേറൊരാളോടും തൽക്കാലം ഡിസ്ക്ലോസ് ചെയ്യണ്ട. ഓ, ഏറ്റവും വിശ്വസ്തരാണെന്ന് നിനക്ക് തോന്നുന്ന ആളുകളോട് പോലും. അച്ഛൻ ആരെയാ ഉദ്ദേശിക്കുന്നത്? തുറന്നു പറയാം, നമ്മുടെ പുതിയ മാനേജർ ബെഞ്ചമിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അയാൾ വിശ്വസ്തനായ ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛാ, അയാൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ... വരുൺ, ഞാൻ സംസാരിക്കുന്നത് അനുഭവ പാരമ്പര്യത്തിലാണ്. അതിനോട് തർക്കിക്കാൻ ശ്രമിക്കരുത്. അബദ്ധങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനാ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാനാവില്ല. നിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, നിന്റെ മനസ്സിൽ നന്മയേ ഉള്ളൂ. ഒരാളെ പെട്ടെന്ന് വിശ്വസിക്കും. അയാൾ ഒരു ചതി ചെയ്താൽ അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും. പക്ഷേ അത്രയും സമയമെടുക്കുമ്പോഴേക്കും നമ്മൾ പടുകുഴിയിൽ വീണിരിക്കും. അതാണ് ബിസിനസ് രംഗത്ത് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. തകർന്നുപോയ സംരംഭങ്ങൾ ഓരോന്നായിട്ട് വേണമെങ്കിൽ എണ്ണിയെടുത്തോളൂ. അവിടെ എല്ലാം സംഭവിച്ച പിഴവ് ഏതെങ്കിലും ഒരാളെ അന്ധമായി വിശ്വസിക്കുകയും കാര്യങ്ങൾ അയാളെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ കണിമംഗലം ഗ്രൂപ്പിൽ ഞാനുണ്ട്, നീയുണ്ട്, സൂര്യയുണ്ട്. എന്നിട്ടും നമുക്കൊരു വീഴ്ച ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആളുകളോട് പറഞ്ഞു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സൂര്യ ഞാൻ വിളിച്ചിരുന്നു, അവൻ വരും. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ 3 പേരും കൂടിയാണ് ഡിസൈൻ ചെയ്യുന്നത്. ശരി അച്ഛാ, ഒരു കുഴപ്പം വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പാരമ്പര്യത്തിന്റെ വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ ഒരിക്കൽ ചിതലരിച്ചു തുടങ്ങിയ പ്രശ്നം അതെവിടെയൊക്കെ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്കൊന്ന് ആഞ്ഞു പിടിക്കാം. നമ്മൾ കൂട്ടിവെച്ചത് നമുക്ക് സംരക്ഷിച്ചല്ലേ പറ്റൂ. ഹലോ രാധിക മോളെ. അമൃത മാഡം, നിങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ കാര്യം? അത് അമ്മയോട് ഇപ്പൊ പറയണ്ട. ഞാനേ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം. ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? അതെന്താ? ഈ സർപ്രൈസ് ആരെങ്കിലും നേരത്തെ പറയുമോ? ഞാൻ വരുമ്പോ അറിഞ്ഞാ മതി. രണ്ടാളും അവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ വരുമ്പോഴേക്കും മുങ്ങിക്കളയരുത്. ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങള് കാത്തിരുന്നോളാം. മോള് പെട്ടെന്ന് വന്നോ. ശരി, ഓക്കെ. എന്താ എടുത്തേ? രാധികയാ. എന്തോ ഒരു സർപ്രൈസ് ഉണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അതെന്തായിരിക്കും ആ സർപ്രൈസ്? എനിക്കറിഞ്ഞൂടാ. അമ്മയെ തിരിച്ചിട്ടേ കുഞ്ഞിന്റെ മനസ്സാ. എന്ത് കുസൃതി വേണമെങ്കിലും കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കണ്ടേ എടുത്തി? ശ്യാമ എന്ത് സർപ്രൈസ് കൊടുക്കാനാ? അമ്മയെ തിരിച്ചു കിട്ടിയ കുസൃതികളൊക്കെ അവളുടെ മനസ്സിലുണ്ടെങ്കിൽ മകളെ തിരിച്ചു കിട്ടിയ വാത്സല്യം എന്റെ മനസ്സിലും ഉണ്ടാവുമല്ലോ. മോൾക്ക് അമ്മയെ കളിപ്പിക്കാമെങ്കിൽ അമ്മയ്ക്ക് മോളെയും കളിപ്പിക്കാം. എന്നാ ശരി, ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ സന്തോഷത്തില് രണ്ടാള് സമപ്രായക്കാരെ പോലെ ആവുമെന്ന. അങ്ങനെ ആവണം. അവള് മകളാണോ കൂട്ടുകാരിയാണോ അങ്ങനൊന്നും വേർതിരിച്ച് കാണാൻ പറ്റില്ല. അവൾ ഏത് നിലയ്ക്ക് പെരുമാറുന്നോ ആ നിലയ്ക്ക് തന്നെ ഞാനും പെരുമാറും. സർപ്രൈസ് എന്താ വേണ്ടേന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ.
ഉം. നോക്ക്. മുത്തശ്ശി, ചെക്ക് പാസ്സായി. എന്റെ അക്കൗണ്ടിലേക്ക് 25 കോടി രൂപ വന്നു. അയ്യോ, ആണോടി? ഇതേ നോക്ക്. അയ്യോ, 25 കോടി രൂപ. ഇനി നമ്മളൊരു കലക്ക് കലക്കും. നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ നടത്തണം മോളെ. എടീ, ചുറ്റുമുള്ളവർക്കേ നമ്മളെ കണ്ട അസൂയ തോന്നണം. അങ്ങനെ ജീവിക്കണോടി നമ്മള്. വേണം മുത്തശ്ശി. ഇതുവരെ തള്ളിപ്പറഞ്ഞവരൊക്കെ പ്രിയങ്കയും മുത്തശ്ശിയുമാ ശരിയെന്ന് പറയണം. ആ ആ എടി, 25 കോടി രൂപ ബാങ്കിലിട്ട നല്ല പലിശ കിട്ടില്ലേ? ആ പലിശ എടുത്ത് നമുക്കങ്ങ് ജീവിച്ചാ പോരെ? ഇടി, മുതൽ അവിടെ തന്നെ കിടക്കട്ടെ. മുത്തശ്ശി, ഇപ്പൊ നമ്മുടെ കയ്യിൽ 25 കോടി ഉണ്ടെങ്കിലേ അത് 250 കോടി ആക്കാൻ വേണ്ടിയാ നമ്മൾ ചിന്തിക്കേണ്ടത്. അതെങ്ങനെയാ? ലാഭകരമായ ഒരു ബിസിനസ് തുടങ്ങണം. എന്നിട്ട് അതിന്റെ ഓഫീസിൽ മഹാറാണിയെ പോലെ മുത്തശ്ശി ഇരിക്കണം. ഓ, അതിനുള്ള പഠിപ്പും വിവരവും ഒക്കെ എനിക്ക് ഉണ്ടോടി. പഠിപ്പും വിവരവും ഒന്നും വേണ്ട. ആ. ഈ സാമർഥ്യം മതി എത്ര പഠിച്ചവരെ അനുസരിപ്പിക്കാൻ. അത് എന്റെ മുത്തശ്ശിക്ക് പറ്റും. നമ്മള് ബിസിനസ് തുടങ്ങണം മുത്തശ്ശി. എന്നിട്ട് കണിമംഗലം ഗ്രൂപ്പിന്റെ മേലെയുള്ളൊരു ബിസിനസ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ വേണം. അതാണ് വരുണോട് ശരിക്കുള്ള വെല്ലുവിളി. അപ്പൊ നീ ഇതൊക്കെ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട് അല്ലേ? അതെ മുത്തശ്ശി. അത് മാത്രല്ല, സിനിമ അഭിനയം നമുക്ക് തുടരണം. സിനിമയിൽ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാ പിന്നെയുള്ള ബിസിനസ് സെലിബ്രിറ്റിയുടെ ബിസിനസ്സാ. അത് മാധ്യമങ്ങളൊക്കെ നന്നായിട്ട് കവർ ചെയ്യും. കുറച്ചു ദിവസം കൊണ്ട് ഞാനും മുത്തശ്ശിയും ആളുകളുടെ ഇടയിൽ താരമാവും. മുത്തശ്ശി ഇത്രയും കാലം ജീവിച്ചൊന്നും അല്ല. ഈ വയസ്സാങ്കാലത്ത് കിട്ടുന്ന സൗഭാഗ്യമാണ് സൗഭാഗ്യം. ആറ്റുവാശ്ശേരി സുകുമാരി എന്ന് പറഞ്ഞാലേ കേരളം മൊത്തം അറിയപ്പെടുന്ന പേരാവണം. അങ്ങനെ ആക്കി മാറ്റും ഞാൻ. പക്ഷെ മോളെ, എടുത്തു ചാടി ഒന്നും ചെയ്തു കളയരുത്. നമുക്ക് ഒരേ അബദ്ധം പറ്റുന്നത് കാണാൻ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. അബദ്ധം ഒന്നും പറ്റില്ല മുത്തശ്ശി. ഇറങ്ങുന്നതിന് മുൻപ് എല്ലാം ആലോചിച്ച് ഇറങ്ങാവൂ. ഇവിടുന്ന് അങ്ങോട്ട് സുഖിക്കാൻ പോവാ നമ്മള്. കോടികൾ കയ്യിലിട്ട് അമ്മാനം ആടാൻ പോവാ. പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവാൻ പോവാ. കൈ കൊടുത്തു മുത്തശ്ശി.